കൊല്ലം കൊണ്ട് ഞാനാകെ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ശിവജി അപ്പോഴേക്കും 100 സിനിമകൾ കഴിഞ്ഞു. ആയുർവേദ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഷൊർണൂർ ബാലൻ കെ നായർ സ്മാരക ഒരു നാടക മത്സരം നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാനദാനത്തിന് അവരുടെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്, ഇവിടുന്ന് പോകാൻ ഇവർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്നിട്ട് പുറകിൽ നിന്നൊരു ശബ്ദം. നോക്കുമ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, പുള്ളി ഈ ഗ്രൂപ്പിലുള്ളതാണ്, അപ്പോൾ പുള്ളി തന്നെയാണ് ഇവരെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടെ ആളുണ്ടെന്നുണ്ട്. സമ്മാനദാനമായിരുന്നു എൻ്റെ ജോലി. അപ്പം മികച്ച നാടകത്തിനും ഒക്കെയുള്ള സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ മികച്ച നടന് ഉള്ള അവാർഡ് കിട്ടിയ ഒരാൾ, ഒരു ഗുരുവായൂരുകാരൻ, മുട്ടയൊക്കെ അടിച്ചിട്ടുള്ള ഒരാൾ, വലിയ കണ്ണൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആളാണ്. പിന്നെ മികച്ച നടനുള്ള അവാർഡ് മേടിച്ച ആളെന്ന് പറഞ്ഞാൽ അഭിനയിക്കാനും അറിയാലോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സ്റ്റേജിൽ വെച്ചിട്ട് എൻ്റെ നമ്പർ കുറിച്ചിട്ട്, ഫോൺ നമ്പർ കുറിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കണം, നമുക്കൊന്ന് കാണണം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നാൽ അഭിനയിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഒരിക്കൽ പോലും തിരിച്ചു വിളിച്ചില്ല. ഞാൻ അങ്ങനെ അറബിക്കഥയുടെ എഴുത്ത് ഏതാണ്ട് പൂർത്തിയായപ്പോൾ അതിലെ കരുണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആരെ കാസ്റ്റ് ചെയ്യും എന്നുള്ള ആലോചനകൾ നടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇയാളുടെ പേര് ഓർമ്മ വന്നു. ശിവജി ഗുരുവായൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഞാൻ ഇയാളെ നമ്പർ തപ്പാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ പുള്ളിയുടെ നമ്പർ കിട്ടി. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വരണം, ഒന്ന് കാണാനാണ്, നിങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കണ്ട, നിങ്ങളൊന്ന് വരൂ എന്ന്. അങ്ങനെ അദ്ദേഹം എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റോളാണ്, ശ്രീനേട്ടന് ഈക്വലൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ സിനിമയിൽ, ഒരു പുതിയ ആൾക്ക് അരങ്ങേറാൻ പറ്റിയ ക്യാരക്ടറാണ്, നിങ്ങളത് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല സാറേ, അത് ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ മാറിക്കഴിഞ്ഞാൽ ആ നാടകം മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത്, എത്രയോ ആളുകൾ കൊതിക്കുന്ന ഒരു ഓഫറാണ്, നിങ്ങൾ ഇതിന് വേണ്ടി വരുന്ന ദിവസം, ദുബായിൽ കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം നാടകത്തിന് പോകാനൊക്കെ ഉള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. പക്ഷേ ഈ ദുബായിൽ ഉള്ള ഷൂട്ടിങ്ങിൻ്റെ ഒരു 10-15 ദിവസമാണ് പ്രശ്നം. അപ്പോൾ ആ സമയത്ത് എത്ര നാടകങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക, എന്നിട്ട് പകരം ഒരു നടനെ കണ്ടെത്തിയിട്ട് അയാളെ പഠിപ്പിച്ച് റെഡിയാക്കിയിട്ട് നിങ്ങൾ, സമയമുണ്ട് നമുക്ക്, അയാളെ ഇതായിട്ട് നിർത്തുക, എന്നിട്ട് നിങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അയാൾ നാടകം കളിക്കും, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയല്ലേ ആളുകൾ ചെയ്യുന്നത് എല്ലായിടത്തും. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാടകം കളിക്കേണ്ടി വരില്ലേ? അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സിനോടൊക്കെ സംസാരിക്കാമെന്നാണ്. അപ്പോൾ വേണ്ട സാർ, ഞാൻ സംസാരിച്ചോളാം. ഞാൻ അത്രയും ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം പുള്ളി അവരെ പോയി കണ്ട് സംസാരിച്ച് പകരം ഒരാളെ ട്രെയിൻ ചെയ്ത്, അങ്ങനെയാണ് അറബിക്കഥയിൽ വരുന്നത്. നാടകം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ദുബായിൽ നിന്ന് വന്ന ഉടനെ അടുത്ത ദിവസം നാടകമുണ്ട്. അപ്പോൾ ഇയാൾ കൃത്യമായിട്ട് ഇവരെ അറിയിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട് ഇത്രാം തീയതി, ആ നാടകത്തിന് ഞാൻ വരാം, അത് തൊട്ടിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളോടൊന്നും പറഞ്ഞില്ല. ഇയാൾ ഓടിച്ചെന്ന നാടകം നടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഇയാൾ കൊണ്ടുവന്ന പകരക്കാരനെ വെച്ചിട്ട് അവർ നാടകം കളിക്കണം, ഇയാളോട് കയറണ്ടെന്ന്. അങ്ങനെ അയാൾ ഭയങ്കര നിരാശനായിട്ട് എന്നെ വിളിച്ചു, സാർ അവർ എന്നോട് ഇനി കയറണ്ടെന്ന് പറഞ്ഞു, എന്നെ ഒഴിവാക്കിയെന്ന്. ഞാൻ പറഞ്ഞത് നല്ലതിനാണ്. കുറച്ച് 2-3 വർഷങ്ങൾ കഴിഞ്ഞു ഒരിക്കലും എനിക്ക് ശിവജി ഗുരുവായൂരിൻ്റെ ഒരു ഫോൺ വന്നു, സാർ ഗുരുവായൂർ ഇത്രാം തീയതി ഒരു പരിപാടി ഉണ്ട്, സാറൊന്ന് വരണം. ഞാൻ എന്താ പരിപാടി? എന്നെ ആദരിക്കുന്ന ഒരു പൗരാവലി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്, എൻ്റെ 100 സിനിമകൾ തികഞ്ഞതിന് എന്നെ ആദരിക്കുകയാണ്. ആ 3 കൊല്ലം കൊണ്ട് ഞാനാകെ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ശിവജി അപ്പോഴേക്കും 100 സിനിമകൾ കഴിഞ്ഞു, ചെറിയ റോളുകളും. ആര് വിളിച്ചാലും എന്ത് ക്യാരക്ടറാണെങ്കിലും സന്തോഷത്തോടു കൂടി പോയി ചെയ്യുന്നൊരു ശുദ്ധാത്മാവാണ് അദ്ദേഹം.